പട്ടക്കെള്ളം തന്നിൽ ഒരു മഹാബിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമനാണല്ല. അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ. പട്ടക്കള്ളം തന്നിൽ ഒരു മഹാബിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിഷബഹുകേമനാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ. നിന്നുടെ താതൻ വസുദേവൻ മടിയാതെ തന്നെ നിന്നെയും വാരിയെടുത്ത് കൊരമാറിലുമേന്തി, നദി കടപ്പതിനായി നിന്റച്ഛൻ കഴുത്തിനു വെള്ളം നീന്തി നീന്തി കര കടത്തിയില്ലേ തകുത്താതെ, നീന്തി നീന്തി കര കടത്തിയില്ലേ തകുത്താതെ. പട്ടക്കള്ളം തന്നിൽ ഒരു മഹാബിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിഷബഹുകേമനാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ. അങ്ങനെയല്ലേ അമ്പടിയിൽ നീ വളർന്നില്ലേ, വളർന്നു കേമനായില്ലേ, ബിരുദൻ യോഗ്യനായില്ലേ. വെണ്ണകക്കലും ചേലകക്കലും നിൻ തൊഴിലേ താതകുത്താതെ, വെണ്ണകക്കലും ചേലകക്കലും നിൻ തൊഴിലേ താതകുത്താതെ. പട്ടക്കള്ളം തന്നിൽ ഒരു മഹാബിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിഷബഹുകേമനാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതകുത്താതെ. കൃഷ്ണ നീ എവിടെ, നീ ഒരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മവനെ നീ വധിച്ചില്ലേ. എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതകുത്താതെ, ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതകുത്താതെ. പട്ടക്കള്ളം തന്നിൽ ഒരു മഹാബിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിഷബഹുകേമനാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ. ഗുഡ് ഗുഡ് ഗുഡ്. തേജസ് ആൻഡ് ഹന സൂപ്പർ, അടിപൊളി. ആൻഡ് ഡാൻസേഴ്സ് നിങ്ങൾ പിന്നെ അറിയാലോ. ജഡ്ജസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഷെഡ്യൂള് നമ്മൾ കഴിയാൻ പോവാണ്. ഇത്രയും ഓരോ പെർഫോമൻസിനും നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡാൻസേഴ്സിന് ഒരു വലിയ പക്ഷെ ഇതിൽ ഇവര് ഡാൻസുകാർ മാത്രല്ല, ഇതിലൊരു കിടിലൻ നാടൻ പാട്ടുകാരനുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഗസ് ഞാൻ പറയാം. അല്ലേ നമുക്ക് തോന്നിയത് സ്റ്റേജിലേക്ക്. ഓക്കെ, ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും ഞങ്ങളെ. എന്റെ പേര് സ്മിത്ത് എന്നാണ്. സ്മിത്ത്. സ്ഥലം നമ്മുടെ അക്ഷയുടെ നാട്ടുകാരനാണ്. ചാലക്കുടി. ചാലക്കുടി. അപ്പൊ പിന്നെ എന്തായാലും പറയണ്ടല്ലോ, മണിച്ചേട്ടന്റെ നാട്ടുകാരനോട് പാട്ട്. അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും നാടൻ പാട്ട് കേൾക്കണം, ഒരു 4 വരി. ഇത് നാടൻ പാട്ട്
ചിന്തുപാട്ട് എന്ന് പറയും. അത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത പാട്ടാ. പോരട്ടെ. செந்தில் வடிவேலவனே செந்தமிழ்த்தேனே வந்து வரம் தன்னருள்க வேணும் முருகா. செந்தில் வடிவேலவனே செந்தமிழ்த்தேனே வந்து வரம் தன்னருள்க வேணும் முருகா. அங்கரத தேரில் வரும் வெற்றி வடிவேல் சுப்பிரமணிய திங்களுக்கு சேர்ந்த வடிவேல் சிங்காரவேலா சிங்காரவேலா தந்தேன் பூமாலா தந்தேன் பூமாலா வந்து வரம் தன்னருள்க வேணும் முருகா. செந்தில் வடிவேலவனே செந்தமிழ்த்தேனே வந்து வரம் தன்னருள்க வேணும் முருகா. நெற்றி வட்ட பொட்டு வச்சு வந்த முருகா உன்னை சுத்தி ஆடும் மயில் ஆட்டம் அழகா. பீலி காவடி ஆட்டம் பாரடி ஆட்டம் பாரடி மங்கை மகள் வள்ளி அவள் பக்கம் பாரடி. செந்தில் வடிவேலவனே செந்தமிழ்த்தேனே வந்து வரம் தன்னருள்க வேணும் முருகா. செந்தில் வடிவேலவனே செந்தமிழ்த்தேனே வந்து வரம் தன்னருள்க வேணும் முருகா. സൂപ്പർ സൂപ്പർ. അല്ല, ഇങ്ങനെ ഒരു അവസരം തന്നതിൽ സതീഷ് സാറിനും പിന്നെ നമ്മുടെ മാസ്റ്റർ ഷാഹുലേട്ടനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. താങ്ക് യു ഞങ്ങളാ പറയണ്ടേ, ഞങ്ങൾ ഇത്ര എന്റർടൈൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചെയ്യാം. തേക്കുട്ടാ, എന്തോ ഹനുക്കുട്ടാ, സർ നന്നായിരുന്നു മക്കളെ, രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓളമുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾ പാടി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കോറസ് കയറി നിന്ന് കേട്ടോ, നമ്മുടെ ഗ്രൂപ്പ് അടിച്ച് പൊളിച്ച് നിന്നു. അപ്പോൾ ഇതൊരു നല്ല ഓളമുള്ളൊരു പാട്ട്, അത് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി. അല്ലാതെ അതിൽ കൂടുതൽ വലിയ അഭിപ്രായമൊന്നും എൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നമ്മുടെ കഷ്ടകാലത്തിന് അവരോട്ട് തെറ്റിക്കുന്നതുമില്ല. അതെ, തെറ്റിക്കുന്നുമില്ല, നമുക്കൊന്നും പറയാനും ഇല്ല, പറയാതിരിക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. എന്തായാലും നല്ല ഗ്രാഫിക്സ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ്, പിന്നെ ടോട്ടലി നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അല്ലേ? ശരി. ഓക്കെ ചേച്ചി. തേജസ്, എന്തോ ഹന മാം മനോഹരമായി പാടി. താങ്ക് യു മാം. താങ്ക് യു. സത്യത്തില് ചില പാട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാലോ, സ്മിത്ത് പാടിയ പാട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ പാട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ ഹന കണ്ണട എന്തിനാ വീണ്ടും വന്നത്? അത് ഈ കണ്ണില് ചെറുതായിട്ടൊരു പുകയല് പോലെ അതുകൊണ്ടാണല്ലേ. എന്തായാലും പുകയൽ. മോൾ എന്ത് ഭംഗിയാ കാണാനിപ്പോ, താങ്ക് യു നല്ല സ്റ്റൈൽ. ആ നോക്കട്ടെ, ദുപ്പട്ട കെട്ടിയത് ഹായ്, അടിപൊളിയായിട്ടുണ്ട്. അത് താങ്ക് യു ഹനയുടെ ഐഡിയ ആണോ? സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു മാം. നല്ല ഭംഗി. ഹബീബി ഹബീബി ഹിലാലിന്റെ പൂഞ്ചിറ പോലെ. തേജസിന്റെയും ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. ആ മുണ്ടിന്റെ കരയും ഷർട്ടും ഒക്കെ അത് അതിനോട് ചെയ്യിപ്പിച്ചാണോ? സെയിം ആണ് ചേച്ചി. ഓ, ചെയ്യിപ്പിച്ചതാ. ഓ, വെരി നൈസ്. ഉഗ്രൻ. രണ്ടുപേരും നല്ല ചമ്മലുള്ള ആൾക്കാരാണ്, പക്ഷെ രണ്ടുപേരും മനോഹരമായിട്ട് പെർഫോം ചെയ്ത് പാടി. അത് തന്നെ. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ തേജസ്സേ, എന്തോ നന്നായിരുന്നു. താങ്ക് യു സർ. ഒരു കാശ്മീരി സുന്ദരി ആദ്യമായിട്ടൊരു നാടൻ പാട്ട് പാടി കേട്ടത് എന്റെ അതിയായ സന്തോഷം അറിയിക്കുന്നു. തദവസരത്തിൽ അതാരാന്നറിയാമോ പറയല്? കൃഷ്ണൻ. ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇടിമിന്നലൊക്കെ കാണുമ്പോഴൊക്കെ അറിയണ്ടേ യുദ്ധം നടന്നതെന്ന്. അവിടെ കുതിരയൊക്കെ കണ്ടില്ലേ, രഥം പോകുന്ന കണ്ടില്ലേ? രഥത്തിൽ ആരും ഇല്ല, എങ്കിലും കുതിരയുടെ ജോലി ചെയ്യുന്നു കുതിര. അതിലാണോ വന്നേ?
രഥത്തിലാണോ വന്നേ? ആ. ഇനി ഇവിടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുവോ? എന്തോ ഒരു രഥത്തിലാണോ വന്നത്? അല്ല, അല്ലല്ല stair കയറിയാണ്. ഞാൻ ഞാൻ പടി കയറിയാ വന്ന ചേച്ചി. ഓക്കെ, അത് വാട്ടവർ. പിന്നെ കോറസ്, ഓ വണ്ടർഫുൾ. കീർത്തി സംഘവും അടിപൊളി, വേറൊന്നും പറയാനില്ല. Okay. കഴിഞ്ഞു പാറു. Thank you, sir. ഷാനിക്ക. തേജസ് ഹന എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. അപ്പൊ ഈ ഒരു റൗണ്ട് ഫോക്ക് ഡുവറ്റ്, അപ്പം ആ ഒരു റൗണ്ടിൽ പലരും വന്ന് ഇവിടെ തീ കത്തിച്ചിട്ട് പോയതാണ്. അതെ. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം തേജസ് ആണെങ്കിലും ശരി, ഹനയാണെങ്കിലും ശരി, കൂടുതൽ മെലഡീസ് ആണല്ലോ ഇവിടെ ഇപ്പം പാടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ട് കിട്ടുമ്പോഴും നമ്മൾ അതിനൊത്ത് ഉയരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അപ്പം നമ്മൾ വോയിസ് അതിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളും. ഇതാ യശ് അന്ന് എന്തായിരുന്നു കാണിച്ചത്? യശ് പൊളിച്ചടക്കിയില്ലേ? ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ തന്നെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സിംഗിങ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടാണ് നമുക്ക് റെക്കോർഡിങ്ങിന് കിട്ടുന്നതെങ്കിലോ നമ്മൾ ഇതേ പഞ്ചിൽ നമ്മൾ പാടണ്ടേ? എന്നാലും അയ്യോ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ്. അതുപോലെ ഇതിൻ്റെ ബാക്കിലെ ഗ്രാഫിക്സും പരിപാടികളൊക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര രസമുണ്ട് കാണാം. ഇവിടുത്തെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. അവർ ചൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ്. അത് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഇതാണ് കുറച്ച് സോഫ്റ്റ് ആയിപ്പോയി. ദാറ്റ്സ് ഓൾ. ബാക്കി ചുറ്റും കളറും സംഭവങ്ങളൊക്കെ ഭയങ്കര രസമാണ്, ഡാൻസേഴ്സും കാര്യം. പക്ഷേ അൾട്ടിമേറ്റ്ലി കപ്പ് സ്മിത്താണ് കൊണ്ടുപോയത്. കപ്പ് സ്മിത്ത് കൊണ്ടുപോയി. ദാറ്റ്സ് ഇറ്റ് മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. നമുക്ക് ഫസ്റ്റ് തേജസിന്റെ മാർക്ക് നോക്കാം. MG സർ. 8.8. താങ്ക് യു സർ. ശരത് സർ. 8.8. താങ്ക് യു സർ. ഷാനിക്ക. ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ, സോ ടോട്ടൽ 17.6. ഓക്കെ, ഇനി ഹനക്കുട്ടിയുടെ മാർക്ക്. MG സർ. 8.8. ശരത് സർ. 8.8. ചേച്ചി. എനിക്ക് നല്ല മാർക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ടോട്ടൽ 17.6.